ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് കിടിലൻ ടിപ്പുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ചൂട് സമയത്ത് എ സി ഇല്ലാണ്ട് തന്നെ നമുക്ക് മുറി എങ്ങനെയൊന്ന് തണുപ്പിച്ചെടുക്കാമെന്നുള്ള അടിപൊളിയായിട്ടൊരു ടിപ്പുണ്ട്. അതുപോലെ തന്നെ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ പലരും നാട്ടിലേക്ക് പോകാറുണ്ടല്ലേ. അപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പലവ്യഞ്ജനങ്ങളൊക്കെ പൂത്തു പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന കുറേയേറെ ടിപ്പുകൾ ചേർത്തിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് നോക്കിയാലോ. നമ്മുടെ എല്ലാം വീട്ടിലുള്ള ഒന്നാണ് നെയിൽ കട്ടർ. ഇത് നമ്മൾ കുറച്ചു കാലം ഉപയോഗിച്ച് കഴിയുമ്പം തുരുമ്പ് വന്നിട്ട് ഇതിൻ്റെ മൂർച്ച പോകാറുണ്ടല്ലേ. പലരും പിന്നെ ഇത് ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള നെയിൽ കട്ടറൊക്കെ ഇനി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എടുത്തോളൂ. നമുക്ക് മൂർച്ച കൂട്ടാനായിട്ട് ആദ്യം തന്നെ ഇതുപോലെയുള്ള മെഡിസിൻ വാങ്ങുന്ന സ്ട്രിപ്പ് ഉണ്ടാവുമല്ലോ, അതിലിത് എങ്ങനെയൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ നെയിൽ കട്ടറിൻ്റെ മൂർച്ച നമുക്ക് കൂട്ടാനായിട്ട് കഴിയും. എത്ര മൂർച്ചയില്ലാത്ത നെയിൽ കട്ടർ ആണെങ്കിലും നമ്മളൊരു 2 സെക്കൻഡ് നേരം ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും കേട്ടോ. അതുപോലെ തന്നെ തുരുമ്പ് വരാണ്ടിരിക്കാനായിട്ട് ഓരോ പ്രാവശ്യവും നമ്മൾ നെയിൽ കട്ടർ ഉപയോഗിച്ചതിന് ശേഷം കുറച്ച് വാസലിൻ അതിലേക്ക് പുരട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും നമ്മുടെ നെയിൽ കട്ടറിൽ തുരുമ്പ് വരത്തില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഈ ഒരു സമ്മർ വെക്കേഷനിൽ നമ്മൾ നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പം നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ചീത്തയാകാറുണ്ടല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളാണ് കേട്ടോ. ഇത് ഞാൻ ആട്ട ഇട്ട് വെക്കുന്ന ബക്കറ്റാണ്. നമുക്കിതിലേക്ക് കായത്തിൻ്റെ ഒരു ഡപ്പ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ നമ്മുടെ ആട്ട ചീത്തയായി പോകത്തില്ല. സാധാരണ നമ്മൾ ഒരു മാസമൊക്കെ ആട്ട ഉപയോഗിക്കാണ്ടിരിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരാറുണ്ടല്ലോ, അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി കായത്തിന് പകരമായിട്ട് വെളുത്തുള്ളി ഇതുപോലെ ചെയ്ത് വെച്ചാലും നമ്മുടെ ആട്ട ചീത്തയായി പോകത്തില്ല. ഒരു കുടം വെളുത്തുള്ളി ഇതുപോലെ ആട്ടയിലിട്ട് വെക്കുകയാണെങ്കിലും നമ്മൾ ഒരു മാസം വരെയൊക്കെ ആട്ട ഉപയോഗിക്കാണ്ടിരുന്നാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. അതുപോലെ തന്നെ ബാക്കി വരുന്ന അരിപ്പൊടിയിലും മൈദയിലും കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചാലും നമുക്ക് ഒരു മാസം വരെയൊക്കെ കേടാവാണ്ട് വെക്കാനായിട്ട് കഴിയും. ഇത് നമ്മൾ പാചകം ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കുമല്ലോ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ പൊടി ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ തന്നെ നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം വീഡിയോ കൂടുതൽ ലെന്തി ആവേണ്ടെന്ന് കരുതിയാണ്. നിങ്ങളൊക്കെ മറ്റേതെങ്കിലും രീതിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. ആ കമൻറ്റ് ചെയ്ത ആളുടെ പേരോട് കൂടി തന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ ആ ടിപ്പ് കാണിക്കുന്നതായിരിക്കും. സവാള അരിയുന്ന ടൈമിൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നവരായിരിക്കും നമ്മളിൽ പലരും. അത് ഒഴിവാക്കാനായിട്ട് പല ടിപ്പുകളും ചെയ്ത് നോക്കാറുണ്ടല്ലേ. ഞാനും അതുപോലെയാണ് പല ടിപ്പും ചെയ്ത് നോക്കാറുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇപ്പം ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി പോലും കണ്ണുനീര് വരത്തില്ല. അത്രയ്ക്ക് എഫക്റ്റീവാണ് കേട്ടോ ഈ ഒരു ടിപ്പ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാം വീട്ടിലുള്ള വൈറ്റ് വിനെഗറാണ്. ഇത് നമ്മൾ ഉള്ളിയുടെ ആ ഒരു മുകൾ ഭാഗത്തുണ്ടല്ലോ, ഈ ഒരു വേരിൻ്റെ ഭാഗത്ത് കുറച്ച് തേച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര കിലോ ഉള്ളി നിങ്ങൾ അരിഞ്ഞാലും ഒരു തുള്ളി പോലും കണ്ണുനീരില്ലാണ്ട് നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഉള്ളി കുറച്ചധിക കാലം സ്റ്റോർ ചെയ്യണമെങ്കിലും ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ കുറച്ച് വിനാഗിരി എടുത്ത് ഉള്ളി മുകൾ ഭാഗത്ത് തേച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളി കേടാവാണ്ട് കുറേ അധിക കാലം സ്റ്റോർ ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ ഉള്ളിയുടെ തോല് കളഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം എടുത്ത് കട്ട് ചെയ്താലും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരത്തില്ല. അപ്പോൾ ഉള്ളി കാണുമ്പോഴേ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നവർ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുതേ. അടുത്ത ടിപ്പ് തമ്പനെയിലിൽ കണ്ടതുപോലെ മുറി എ സി ഇല്ലാണ്ട് എങ്ങനെയൊന്ന് തണുപ്പിച്ചെടുക്കാമെന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഉപയോഗിച്ചിട്ട് വീട്ടിൽ മാറ്റി വെച്ചിരിക്കുന്ന ഒരു മൺകലമാണ് കേട്ടോ. ഈ ഒരു മൺകലം നിറച്ച് നമുക്ക് ആദ്യം വെള്ളം എടുക്കണം. എ സിയുടെ പോലെ തണുപ്പ് മുറിക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും മുറിക്കുള്ളിലുള്ള ചൂടൊന്ന് കുറച്ചെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ മൺകലം നിറച്ച് വെള്ളം എടുത്തിട്ട് ഫ്രീസറിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. രാവിലെ വെക്കുകയാണെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും നല്ല ഐസായിട്ട് നമുക്ക് കിട്ടും. മൺകലം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഐസ് മെൽറ്റായിട്ട് വരാൻ കുറേ സമയം എടുക്കും. അത്രയും സമയം കൊണ്ട് നമ്മുടെ മുറിക്കുള്ളിലുള്ള ആ ഒരു ചൂടൊന്ന് മാറി ചെറുതായിട്ട് തണുപ്പ് കിട്ടും കേട്ടോ. ഇപ്പം ഞാനിവിടെ ഒരു ദിവസം വെച്ചിട്ട് ഐസാക്കി എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണിത് മുറിയിൽ ഉപയോഗിക്കുന്നത് കൂടി ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് വലിയ ചൂടില്ലാണ്ട് രാത്രിയിൽ ഉറങ്ങാനായിട്ട് കഴിയും. അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു മാറ്റിന് മുകളിൽ ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ തണുപ്പിച്ച് വെച്ചിരുന്ന മൺകലം ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
ഇനി റൂമിൻ്റെ കതകും ജനലും ഒക്കെ നല്ലതുപോലെ അടച്ച് കർട്ടൻ ഇട്ടതിന് ശേഷം ഫാൻ ഓണാക്കി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മുറിക്കുള്ളിൽ ആ ഒരു ചൂട് മാറിയിട്ട് ചെറിയൊരു തണുപ്പ് നമുക്ക് മുറിക്കുള്ളിൽ കിട്ടും. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെ 9 മണിക്കാണ്. ഐസ് മൊത്തം മെൽറ്റായിട്ട് ഇതുപോലെ വെള്ളമായത് വൈകുന്നേരം ഒരു 3-3:30 ആയപ്പോഴാണ് കേട്ടോ. അത്രയും സമയം കൊണ്ട് മുറിക്കുള്ളിൽ ചെറിയൊരു തണുപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി പലർക്കും തോന്നാവുന്ന ഒരു സംശയമാണ് ഇതുപോലെ വെള്ളം മെൽറ്റ് ആകുമ്പം പനിയോ ജലദോഷമോ ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളത്. ഞാനൊരു സൈനസൈറ്റിസ് ഉള്ള ആളാണ്. പക്ഷേ എനിക്കിത് 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് ഒന്നും തന്നെ സംഭവിച്ചില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ധൈര്യമായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതിലേത് ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.